എനിക്ക് ആകെ തത്താന്ന് മാത്രമേ അറിയൂ. ഇതെന്താണ് സംഭവം? ഓ, ലോറി കേക്ക്. ഇവർക്കൊക്കെ പേരുകളുണ്ടോ അതോ ഇങ്ങനെയൊക്കെ തന്നെയാണോ? ഇത് കിവി, ഇത് ജെറി. മത്തനാണോ കൊടുക്കുന്നത്? തണ്ണിമത്തൻ ജ്യൂസി ഫ്രൂട്ട്സ് എല്ലാം കൊടുക്കും. ഇതെന്താ ചേട്ടാ ഇട്ടേക്കുന്ന ഈ സാധനം? അത് റിങ്ങിലൊരു നമ്പറുണ്ട്. ആ നമ്പർ നോക്കിയിട്ടാണ് ഇവരെ ഫെദർ എടുത്ത് DNA ഒക്കെ വിടുന്നത്. ആ DNA ഉണ്ടെങ്കിൽ മെയിലോ ഫീമെയിലോ എന്ന് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ ഇതിപ്പം ഏതാ ഉള്ളത്? ഫീമെയിൽ ആണോ മെയിലാണോ? ഇത് മെയിൽ, ഇത് ഫീമെയിൽ. ഓക്കെ. ഇതൊക്കെ ആനകള്. പൊങ്ക ചെയ്ത് കണ്ട കോഴിയാണെന്ന് പറഞ്ഞു. എന്തോ സാധനം? ഇത് പോളിഷ് ക്യാപ്പ്. ബാക്കിയെല്ലാം സിൽക്കി. സത്യം പറഞ്ഞാൽ സൂവിൽ പോയാൽ പോലും ഇത്രയും കാണാൻ കിട്ടത്തില്ല. കണ്ണ് വെക്കല്ലേ. പേനയാണോ അത്? കോഴി തീറ്റ. ഇനി അടുത്ത് എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? ചേട്ടൻ ഇപ്പൊ എന്താ നിലവിൽ ചെയ്തോണ്ടിരിക്കുന്ന കൗമുദിയില് ഇപ്പൊ ടോം ആൻഡ് ജെറി സീരിയൽ 100 എപ്പിസോഡ് കഴിഞ്ഞു. ഞാനും അമൃതയാണ് ലീഡ് റോൾ ചെയ്യുന്നത്. സിറ്റ്കോമാണ്, അറിയാലോ. കുറെ ആർട്ടിസ്റ്റുകളുണ്ട്. നമ്മളങ്ങനെ ചെയ്യാതെ പോകുന്നു. ചേച്ചിക്ക് ഇനി എന്തെങ്കിലും ലൈക് സീരിയൽ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ വെബ് സീരീസ് അങ്ങനത്തെ എന്തെങ്കിലും പ്ലാൻ? എന്ത് ജോലിയാണത്? മെനക്കൊന്നും സംസാരിക്കാൻ കേൾക്കാമോ? എന്തെങ്കിലും ടൂ മച്ച് ഡെഡിക്കേഷൻ വേണ്ട ഒരു ഏരിയ ആണത്. ചേട്ടനൊക്കെ കഷ്ടപ്പെട്ട് പോകുന്ന കാണുമ്പോൾ ഇത് വിട്ട് മാറാൻ പറ്റത്തില്ല. അല്ലല്ല, ഇത്രയും പ്രോംപ്റ്റ് ആയിട്ട് എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. കറക്റ്റ് സമയം രാവിലെ എണീക്കുക, രാത്രി ലേറ്റ് ആയിട്ട് ഷൂട്ട് കഴിഞ്ഞ് വന്നാലും നെക്സ്റ്റ് ഡേ രാവിലെ എഴുന്നേറ്റ് പോകണം. ഇതൊക്കെ അർജുൻ ചേട്ടൻ കൃപ ചെയ്യാതെ പോകും. ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല. എനിക്ക് അങ്ങനെ അത്രയും എനിക്ക് അത്രയും മെനക്കെട്ട് ജോലി ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ആ ഒരു കുറെ കൂടെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും ഇപ്പം ആക്ടിങ് അങ്ങനെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരാറുണ്ടോ ചേച്ചിക്ക്? അങ്ങനെ എന്തെങ്കിലും മുമ്പ് വന്നിരുന്നു. ഇപ്പൊ കുറെ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു ഇപ്പൊ ഒന്നും വരാറില്ല. ഓക്കെ. ചേട്ടാ മൂവീസ് ഒക്കെ നോക്കുന്നുണ്ടോ അതോ? ഇതിനൊക്കെ ഞാൻ വാങ്ങേണ്ടി വരും. ചേച്ചി എങ്ങനെ ഈ ഒരു വൈബിൾ അർജുൻ ചേട്ടനായിട്ട് എങ്ങനെ മാച്ച് ആയി പോകുന്നത്? അർജുൻ ചേട്ടൻ ഇങ്ങനത്തെ ഒരു അന്തം വിട്ട് നോക്കുന്നത് അങ്ങനെ ഒന്നല്ലേ? എന്റെ സൗഭാഗ്യ മൂവീസ് നോക്കുന്നുണ്ടോ എന്ന് ചോദിക്കോ? ഞാൻ ഉദ്ദേശിച്ചത് ചേട്ടൻ പടത്തിലോട്ടൊക്കെ നോക്കുന്നുണ്ടോ? ഓഡീഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ? എനിക്ക് ഒരു 8ാം ക്ലാസ്സിലൊക്കെ വെച്ച് പടം വരച്ചതിന് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഇല്ല അങ്ങനെ നമ്മൾ നോക്കുന്ന പോലെയല്ലോ. അതൊക്കെ കോളൊക്കെ വരണ്ടേ. പിന്നെ ഞാൻ ബേസിക്കലി ഒരു മടിയനാണ്. അങ്ങനെ ഓഡീഷൻസിനൊന്നും പോകാറില്ല. ഞാൻ അറിയാറുമില്ല എന്നുള്ളതിന്റെ സത്യം. അങ്ങനത്തെ ഒരു താല്പര്യം ചേട്ടനില്ലേ? മൂവീസ് ഒക്കെ നോക്കാൻ അത്ര ഒരു എൻതൂസിയാസ്റ്റ് അല്ല. പക്ഷെ ഓപ്പർച്യൂണിറ്റി വന്നാൽ ട്രൈ ചെയ്യാൻ റെഡിയാണ്. അങ്ങനെ ഓക്കെ. അതിലേക്ക് വേണ്ടി എന്ന് പറഞ്ഞ ഇനി മെനക്കെടാൻ അതിലേക്ക് വേണ്ടത് ഈ സീരിയലിൽ പോണ ദിവസം ഈ വീട്ടിലുള്ളവരെല്ലാം എന്നെ ഗൾഫിൽ വിടുന്നവരാണ് നോക്കിക്കൊണ്ടിരിക്കണം. 10 ദിവസമാണ് എനിക്ക് ഷൂട്ടുള്ളത്. 10 ദിവസം തീർന്നില്ലേ എന്ന് ഞാൻ ചോദിച്ചോണ്ടിരിക്കണം. ഇനി വേറെ സീരിയൽ അങ്ങനെ അങ്ങ് പോകാനായിട്ട് പറ്റുന്നില്ല. ജീവികളെ കണ്ടിട്ട് അങ്ങനെ ചോദിക്കുന്നതിൽ തെറ്റുണ്ടെന്ന് തോന്നുന്നുണ്ടോ? കഴിഞ്ഞില്ലേ വർക്ക്? ചേട്ടനും കൂടെ വന്നാലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ചേട്ടൻ ചേച്ചീനെ കുഞ്ഞിലേ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാമുകി അല്ലെങ്കിൽ എന്നുള്ള രീതിയിൽ നോക്കുമ്പോ ഇപ്പൊ ചേട്ടന്റെ ഭാര്യയാണ് ചേട്ടന്റെ കുഞ്ഞിന്റെ എന്നെ കണ്ട തുപ്പുമായിരുന്നു. കുഞ്ഞിലെ ഞാൻ കണ്ടിട്ടുണ്ട്. കാമുകി എന്നുള്ള രീതിയാണ്. ഭാര്യ എന്നുള്ള രീതിയിൽ കണ്ടിട്ടുണ്ട്. അമ്മ ഞാൻ കാണണം. എന്റെ മോള് കണ്ടു. എന്റെ ഭാര്യ അമ്മയെ പോലെയാണെന്ന് ആ സെറ്റപ്പ്. എന്റെ അമ്മ ഒരു കുണ്ടായിരുന്നു. എന്റെ അമ്മയെ പോലെ. ചേട്ടൻ ഇതില് ഏത് റോളാണ് ചേച്ചിയുടെ അടുത്ത് ഏറ്റവും ഇഷ്ടം? എന്റെ ഭാര്യ എന്നുള്ള റോള് തന്നെ. അപ്പൊ ചേട്ടന്റെ കാമുകി നന്നായിരുന്നില്ലേ? കാമുകി നന്നായിട്ടാണല്ലോ ഭാര്യയായത്. ഒരാൾ മാനേജറായിട്ട്, ഒരാൾ നല്ല വർക്ക് ചെയ്ത് അയാൾ ടീം ലീഡറായി മാനേജറായി GM ആകുമ്പോഴത്തേക്ക് ഏത് റോളാണ് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ അയാൾ നല്ലവനായിട്ടല്ലേ GM ആയിട്ടിരിക്കുന്നത്.
എനിക്ക് കൊടുക്കുന്ന ഏറ്റവും നല്ല ബോസാണ് എന്റെ ഭാര്യ. ഓക്കെ, ചേച്ചി എടുത്ത് ചോദിക്കുകയാണ്. ചേച്ചി ഒത്തിരി വേർഷൻസ് ചേട്ടൻ കണ്ടിട്ടുണ്ട്. അതിൽ ചേച്ചിക്കുണ്ട് അഭിപ്രായമുണ്ട്. പറയൂ. നിനക്ക് ചോദിച്ചില്ല, ചോദിക്കുമ്പോ ചേച്ചി നീ എന്താണ് ചിരിക്കുന്നത്? എനിക്ക് ഉത്തരം പറയാൻ പറഞ്ഞപ്പോ ചിരിക്കുന്നത്. ചേട്ടൻ ഏത് റോളിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നുള്ളത് അല്ലേ? അങ്ങനെയാണോ ചോദ്യം? അങ്ങനെയും പറയാം. ലൈക്ക് നിങ്ങൾ ഒത്തിരി കണ്ടു, നിങ്ങൾ കുഞ്ഞുനാൾ മുതലേ നിങ്ങളുടെ ഒത്തിരി വേർഷൻസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പൊ അതിൽ ചേച്ചി ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമേ 2026 ഇപ്പൊ അർജുൻ ചേട്ടൻ എത്ര വയസ്സ് ഞാൻ പറയണില്ല, 2026 അർജുൻ ചേട്ടൻ ഞാൻ കണ്ട എല്ലാ റോളിലും ഇപ്പോഴും അവൈലബിൾ ആവാറുണ്ട്. അതായത് ഇപ്പൊ ഒരു ഫ്രണ്ട് രീതിയിൽ വേണമെങ്കിൽ അർജുൻ ചേട്ടൻ ഫ്രണ്ടായിട്ട് നിൽക്കാറുണ്ട്. ആ ഒരു മുമ്പത്തെ ആ ഡാൻസ് ടീച്ചർ കൊറിയോഗ്രാഫർ ആയിട്ട് നിൽക്കാറുണ്ട്, എന്റെ സ്റ്റുഡന്റ് ആയിട്ട് നിൽക്കാറുണ്ട്, എന്റെ ബോയ് ഫ്രണ്ട് ആയിട്ട് നിൽക്കാറുണ്ട്, എന്റെ ഹസ്ബൻഡ് ആയിട്ട് നിൽക്കാറുണ്ട്, നല്ല ഫാദർ ആയിട്ട്. എല്ലാ റോളിലും ഇപ്പോഴും അതേ ഒരു ഗ്രീനറിയോട് കൂടി നിൽക്കുന്നുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇപ്പൊ ഒത്തിരി പേര് പരാതി പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ആദ്യം കാണുന്ന ഒരു ആണുങ്ങളെ ആയിരിക്കില്ല പിന്നെ ഒരു പോയിന്റ് കഴിയുമ്പോൾ അല്ലെങ്കിൽ എന്താ പറയാ ഒരു ഫാമിലി ലൈഫിലോട്ട് വരുമ്പോ. പക്ഷെ സ്ത്രീകൾ എപ്പോഴും പിന്നെയും ചെലവും കൂടെ പയ്യന്മാരെ നോക്കിയിട്ട് അവര് വർക്കൗട്ട് ഒന്നും ചെയ്യാതെ അവര് നല്ല ക്രീമൊക്കെ വാങ്ങിച്ചാൽ അവര് ഡള്ളായി പോയതുകൊണ്ടാണ് പിന്നെ അതുപോലെ ഇരിക്കും. അതെ, ഞാൻ ചോദിച്ചതിന്റെ അർത്ഥം ചേച്ചിക്ക് മനസ്സിലായി. അപ്പം അങ്ങനെ നോക്കുമ്പോഴാണെങ്കിൽ ചേട്ടൻ എങ്ങനെ ഒരാൾക്ക് ഒറ്റയ്ക്ക് മാറാനൊന്നും പറ്റൂല. അത് തന്നെ ഞാൻ കുറച്ച് രസമായിട്ട് പറഞ്ഞത്. പിന്നെ ആൾക്കാർക്ക് ഈ രസവും ഇഷ്ടമാണ്. എല്ലാരും ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല കേട്ടോ. നമ്മുടെ കാര്യത്തിൽ നമ്മൾ രണ്ടുപേരും ഒരേപോലെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരാള് മാത്രം മാറിക്കളഞ്ഞു അങ്ങനെയൊന്നും തോന്നാറ്. എന്റെ ഭാര്യ എന്നെ മാറാതെ വെക്കുന്നതാണ് എനിക്ക് എന്റെ ഭാര്യ ഇഷ്ടം. ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് എന്നെ വെച്ചിരിക്കുന്നത്. അല്ലാതെ ചേട്ടാ അത് ചെയ്ത് ഇന്ന് രാവിലെ എണീറ്റ് ഇപ്പം 500 രൂപ കൊണ്ടുവന്ന് ഒത്തിരി ഫീസ് അടച്ചേ പറ്റണം എന്റെ അടുത്ത് പറയാറില്ല. ആകെ ഒരു കാര്യം പറഞ്ഞാൽ എപ്പോഴും അവൈലബിൾ ആയിരിക്കണം എന്നുള്ളൊരു കണ്ടീഷനെ വെച്ചിട്ടുള്ളൂ. എപ്പോഴും കൂടെ ഇരുന്നില്ല എന്ന് പറഞ്ഞ മറ്റേ കാര്യശീലമൊന്നുമില്ല. കൂടെ ഇരുന്നാൽ സന്തോഷം, കൂടെ ഇരുന്ന സന്തോഷം എന്ന് പറഞ്ഞ ആള് നല്ലതല്ലേ. എപ്പോഴും കാണണം എന്ന് പറഞ്ഞ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഒത്തിരി നമ്മൾ കേൾക്കുന്ന ന്യൂസസ് ആണ് ഈ ഡിവോഴ്സ് ആകട്ടെ അല്ലെങ്കിൽ ഒരുമിച്ച് പോകുന്ന കപ്പിൾ ആണെങ്കിലും അതെ ആക്കിച്ചിരിക്കുന്നു. കാര്യം മനസ്സിലായി, ഇറങ്ങി വരും, നീ കരയണ്ട, നിങ്ങൾ ഡിവോഴ്സ് ഒന്നും ആക്കണില്ല. ഡിവോഴ്സ് ആക്കണ ഇതെല്ലാം തീർന്നു. അതാണ് അറിഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് ഇതെല്ലാം നിൽക്കുന്നത്, മാനേജ് ചെയ്ത് പോകുന്നത്. അപ്പം ഞാൻ ചോദിച്ചതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഒത്തിരി ഞാൻ അത് നിങ്ങളുടെ അടുത്ത് ആദ്യമേ ചോദിച്ചത് കൊണ്ടുവരും. അതായത് ഈ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു നേച്ചർ ഉണ്ടല്ലോ, അത് ഇന്ന് പല ആൾക്കാർക്കും ലൈക്ക് ഇല്ലാത്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ എന്റെ ഫ്രണ്ട് സർക്കിളിലാണെങ്കിലും ലൈക്ക് ഒത്തിരി പേര് ഇഷ്ടപ്പെടുന്നില്ലെന്ന് തോന്നുന്നു. അത് ഫീമെയിൽ അവിടെ നിൽക്കണം. നമുക്ക് അങ്ങോട്ട് ഇപ്പൊ ഒത്തിരി പേരാണെങ്കിലും ലൈക്ക് എന്താ പറയാ ഡിവോഴ്സ് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പോകുന്നവരുണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കാൻ കാരണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കാണും, നിങ്ങൾ ലൈഫ് മാനേജ് ചെയ്യുന്ന ഒരു രീതി കാണും, അല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കാണുന്ന ഒരു വേ ഓഫ് ലൈഫ് കാണും. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേനും എന്താണ് ഇന്നത്തെ കാലത്തുള്ള കപ്പിൾസിന്റെ പ്രശ്നം എന്ന് ചേച്ചിക്ക് തോന്നുന്നത്? അങ്ങനെ പറയാൻ ഭയങ്കര പാടാണ്. അവരുടെ പ്രശ്നം അവർക്കേ സത്യം പറഞ്ഞാൽ ഒരാൾക്കൊരു പ്രോബ്ലം ഉണ്ടായ ആ പ്രോബ്ലത്തിൽ കൂടി കടന്നു പോയാലേ അവരെടുക്കുന്ന തീരുമാനം എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് വേറെ ആൾ എടുത്തൊരു തീരുമാനം ജഡ്ജ് ചെയ്യാൻ സത്യം പറഞ്ഞാൽ നമുക്ക് പറ്റത്തില്ല. നമ്മൾ ആ പോയിന്റ് നിന്നാലേ അറിയാൻ പറ്റും. ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു സക്സസ്ഫുൾ ആയിട്ടൊരു 6 years കംപ്ലീറ്റ് ചെയ്യാനുള്ള കാരണം 6 years ആയി കല്യാണം കഴിഞ്ഞ് 6 years ആയി. അല്ലാതെ റിലേഷൻഷിപ്പ് ആയിട്ട് എനിക്ക് തോന്നുന്നപ്പം 9 years ആയി കാണുമായിരിക്കും. സക്സസ്ഫുൾ ആയിട്ട് പോകാൻ കാരണം നമ്മൾ തമ്മിൽ അങ്ങനെ സ്ട്രിക്ട് റൂൾസ് ഇല്ല. ഒരാൾ ഇതാണ് ഒരാളുടെ ഡ്യൂട്ടീസ് അങ്ങനെ ഒരു സ്ട്രിക്ട് റൂൾ ഇല്ല. രണ്ടുപേരും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാം ചെയ്യും. നമ്മൾ പറയില്ല എല്ലാ ദിവസവും 50-50 ആയിരിക്കില്ല. അർജുൻ ചേട്ടൻ 50 ചെയ്യും, ഞാൻ 50 ചെയ്യും, അങ്ങനെ ഒരു സ്ട്രിക്ട് റൂൾ ഇല്ല. ചിലപ്പം അർജുൻ ചേട്ടൻ 90 ചെയ്യും, ഞാനൊരു 10 ചെയ്യുള്ളായിരിക്കും. ചില ദിവസങ്ങൾ ഞാനൊരു 90 ചെയ്യും, അർജുൻ ചേട്ടൻ 10 ചെയ്യുള്ളൂ. പക്ഷെ അത് നമുക്ക് രണ്ടുപേർക്കും ഓക്കെ ആണ്. വെളിയിൽ നിന്ന് ഒരാളുടെ അഭിപ്രായം ഞങ്ങളുടെ ഫാമിലി ലൈഫിൽ ഞങ്ങൾ എടുക്കാറില്ല. അത് ഞങ്ങളുടെ പേരൻസിന്റെ ആണെങ്കിലും ഞങ്ങളുടെ ക്ലോസ് ഫാമിലി മെമ്പേഴ്സിന്റെ ആണെങ്കിലും ഞങ്ങളുടെ റിലേഷൻഷിപ്പിൽ വെളിയിൽ നിന്ന് ഒരാളുടെ അഭിപ്രായം നമ്മൾ എടുക്കാറില്ല. ഞങ്ങൾക്ക് അത് ഓക്കെയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പം ടൂ മച്ച് 50-50 എന്നുള്ള ഭ്രാന്തടിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് ആയിരിക്കാം പ്രശ്നം വരുന്നത്. ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഇല്ല. ഐ ആം അലൗഡ് ടു ഡു 10 ചില ദിവസങ്ങൾ, അല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. അതേപോലെ അർജുൻ ചേട്ടനും ചില ദിവസങ്ങൾ 10 or 0 ആണെങ്കിലും ഇറ്റ്സ് ഓക്കെ. നമുക്ക് അതായിരിക്കണം, നമുക്ക് വലിയ പ്രശ്നമില്ലാതെ പോകും.